ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. പ്രത്യേകിച്ച് ഇന്നെൻ്റെ മോൻ്റെ 3 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു മോനെ എനിക്കാകുന്നത്. അപ്പം ഒരു 4 വർഷത്തിന് ശേഷമാണ്. അതായത് ഇതുപോലെ കാർഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ലൈൻ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവസാനം 2021 നമുക്കിതാ ഇങ്ങനെ ഡബിൾ ലൈൻ കണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് അന്നൊന്നും വീഡിയോസും ഫോട്ടോസും ഒന്നും അങ്ങനെ നമ്മളന്നൊന്നും ഇങ്ങനെ യൂട്യൂബിലൊന്നും സജീവമായിട്ട് കയറുന്നില്ലായിരുന്നല്ലോ. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുമല്ലോ പിന്നീട് കാണാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡെലിവറി സ്റ്റോറിയും കൂടെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം മാർച്ച് 7 കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് അവൻ ജനിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഡേറ്റ് പറഞ്ഞിരുന്നത് മാർച്ച് 20th കേട്ടോ. പക്ഷെ അതിന് മുന്നേ തന്നെ ലാസ്റ്റ് 2 സ്കാനിങ്ങിലായിട്ട് കുഞ്ഞിനങ്ങനെ വെയിറ്റ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എന്നോട് മാർച്ച് 6 അഡ്മിറ്റ് ആകാൻ പറയുന്നത്. അപ്പം നമ്മൾ മാർച്ച് 6 പോയി അഡ്മിറ്റായി. അന്ന് വൈകിട്ട് നമുക്ക് ട്യൂബ് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി, അല്ലെങ്കിൽ തന്നെ കുഞ്ഞ് 2 കിലോ 2,500 അത്ര എന്തോ ഉള്ളായിരുന്നു അവൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ അവർ നോർമൽ ഡെലിവറി ആയിരിക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് നമ്മൾ പോയതും. പക്ഷേങ്കിൽ വൈകുന്നേരം ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ലേബർ റൂമിൽ കയറ്റി ട്യൂബൊക്കെ ഇട്ട് പെയിനൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്, പോകുന്നുണ്ട്. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ട്യൂബ് പോവുകയും ചെയ്തായിരുന്നു. അപ്പോഴും വിചാരിച്ചത് നോർമൽ ഡെലിവറി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു, മുടിയൊക്കെ കെട്ടി. പിന്നെ അങ്ങോട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നു പോകുന്നു. പക്ഷെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വിളിക്കാത്ത ദൈവങ്ങളില്ല. അയ്യോ എന്ന് പറഞ്ഞ് കരയാനും തുടങ്ങിയപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അയ്യോ ഒന്നും കരയല്ലേ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ എന്തോ അങ്ങനെ ആ ടൈമിലൊന്നും അങ്ങനെ ആരകത്തൊന്നും കയറ്റുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ കരച്ചിൽ വിഷമമൊക്കെ കണ്ടിട്ട് അമ്മയും ചേട്ടനെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ച് കണ്ടു. പിന്നെ വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അന്നേരം എന്ന് പറയുന്നത്. ഇപ്പോൾ രാത്രി തുടങ്ങിയ പെയിൻ രാവിലെ ഇത്ര സമയമായിട്ടും പെയിനുണ്ട് നമുക്ക്. പക്ഷേങ്കിൽ ബേബി ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവസാനം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ചെറുക്കനെ കുറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് നോർമൽ വെച്ചിട്ട് പറ്റത്തില്ല. കുഞ്ഞ് പകുതി ഇറങ്ങി വന്നപ്പോഴത്തേക്കും എനിക്ക് പുഷ് ചെയ്യാനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാനൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. നമ്മൾ വേദനയുടെ ഇടയിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇനി ഓപ്പറേഷനേ പറ്റത്തുള്ളൂ, ഇനി നോർമൽ ഡെലിവറിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് ഓടാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ ഫൈനലി അവർ പേരൻസിനോട് സംസാരിച്ച്, അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓപ്ഷൻ അതേ ഉള്ളെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഓക്കെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. പിന്നുള്ളതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഏതായാലും എല്ലാം ദൈവഭാഗ്യം പോലെ തന്നെ. അനസ്തേഷ്യയൊക്കെ സാധാരണ എടുത്താൽ ഫസ്റ്റിൽ കിട്ടാത്തതാണ്. പക്ഷേ എന്തോ ഫസ്റ്റിൽ തന്നെ അനസ്തേഷ്യയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ കിട്ടി. നടു വളച്ചിട്ടുള്ള ഇഞ്ചക്ഷൻ ഫസ്റ്റിൽ തന്നെ. സത്യം പറഞ്ഞാൽ അന്നേരമൊക്കെ ഭയങ്കര പെയിനാണ്. നടു എനിക്ക് വളയ്ക്കാൻ തന്നെ പറ്റത്തില്ല. ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും എല്ലാവരും കൂടെ തന്നെയാണ് എൻ്റെ നടു വളച്ച് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത്. പിന്നെ ഞാൻ ആ ഒരു പെയിൻ അറിഞ്ഞിട്ടില്ല. ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആ ഒരു പെയിൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മയും ചേട്ടനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. എന്നറിയത്തില്ല, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ എന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഏതായാലും അവരെന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് ചെന്ന് അകത്ത് കയറി എല്ലാം ഓപ്പറേഷനാണ്. നമുക്ക് പിന്നൊന്നും അറിയത്തില്ലല്ലോ. ഫുള്ള് നമ്മൾ മരവിച്ചിരിക്കുകയാണല്ലോ, വയറിനതായിട്ട് നമ്മൾ മരവിച്ചു. എങ്കിലും നമുക്ക് ബോധമുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ലാസ്റ്റ് ടൈം വരെ എനിക്ക് വോമിറ്റിങ്ങുമായിരുന്നു. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്ന എല്ലാ ദൈവങ്ങളെല്ലാം വിളിക്കുന്നുണ്ട്. ഡോക്ടർമാരും ഞാൻ ഉൾപ്പെടെ ഞാൻ അവിടെ കിടന്ന് വിളിക്കുവാണ് ദൈവത്തെ. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, കുഴപ്പമില്ല ഡോക്ടറെ, എല്ലാം റെഡിയാവും.
എങ്ങനെയോ എനിക്കറിയില്ല, ഒരു 3 മണിയായപ്പോഴാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നത്. 3:15 ആൾ പുറത്തു വന്നു. എന്നെപ്പോലും കാണിക്കാതെ ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്നെപ്പോലും കാണിക്കാതെ അവർ NICU കൊണ്ടുപോയി. പേരൻസിനെയും ചേട്ടനെയും ഹസ്ബൻഡിനെയും കാണിച്ചു. പിന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ സ്റ്റോറി കേട്ടോ. അങ്ങനെ ഒരു വലിയ സ്റ്റോറിയിലൂടെ അവൻ ഇന്നതാ 3 വയസ്സായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും കുഞ്ഞിനെ ഒന്ന് വിഷ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.